ഓരോരുത്തരും ഭക്ഷണം എടുക്കുമ്പോൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? കളയുന്ന ഭക്ഷണം, ആ ഭക്ഷണമാണ് ഗസയിലെ പട്ടിണിക്കാരുടെ ഭക്ഷണം, ആ ഭക്ഷണമാണ് സൊമാലിയയിലെ സാധുക്കളുടെ ഭക്ഷണം, ആ ഭക്ഷണമാണ് റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ ഭക്ഷണം. നമ്മൾ കളയുന്ന ഓരോ പിടിയും പടച്ചോൻ നിശ്ചയിച്ചത് മറ്റു പലർക്കുമായിരുന്നെങ്കിൽ അവർക്ക് കിട്ടേണ്ടതിന് പകരം അള്ളാഹ് നമുക്ക് തന്നപ്പോ ധൂർത്തും ആഡംബരത്തിലും നമ്മളത് വാരിക്കളയുന്നുണ്ടെങ്കിൽ, ഇന്ന് ഗസയാണെങ്കിൽ നാളെ നമ്മൾ മാറാൻ അധിക കാലതാമസം വേണ്ടിവരില്ല. ആ അവസ്ഥയിലേക്കാണ് പോകുന്നതെങ്കിൽ, വാരി വലിച്ചു തിന്നവർക്ക് അവസാനം ഗ്ലൂക്കോസ് മാത്രം കുടിക്കേണ്ട അവസ്ഥയും വരുന്നുണ്ടെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കണം. ഭക്ഷണം കഴിക്കുന്നിടത്തും അത് കൊടുക്കുന്നിടത്തും ആ ഭക്ഷണത്തിൽ പത്രാസ് കാണിക്കുന്നിടത്തും ഒന്നാലോചിക്കണമെന്ന് ആ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. പട്ടിണി കടന്ന് മരിക്കുന്നവർ ഒരു ഭാഗത്ത് സ്വർഗം വാങ്ങുമ്പോ വയറു നേർത്ത് കഴിച്ചതിന്റെ പേരിൽ മരണം എരന്നു വാങ്ങുന്ന നമ്മളും ഒരേ സ്വർഗത്തിലാണെന്ന് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരാകരുത് മുസ്ലിം സമൂഹം. മനുഷ്യരോരോരുത്തരും കഴിക്കാതെ പട്ടിണി കടന്ന് മരിച്ചവൻ സ്വർഗത്തിലും, കഴിച്ചതിന്റെ പേരിൽ ആമാശയം നശിച്ച് അള്ളാന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന ഒരവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ ഭക്ഷണം അതൊരു മരുന്ന് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. ആ ചിന്തയോടുകൂടി ഭക്ഷണത്തെ സമീപിക്കാനും, പട്ടിണി കിടക്കുന്നവരാരായാലും അവർക്ക് അള്ളാഹുവിന്റെ നിഅമത്ത് കിട്ടാനും പ്രാർത്ഥനയിൽ സമയവും അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രാർത്ഥനയും നമ്മളിൽ ഉണ്ടാകണം.